പത്തനംതിട്ട കടമ്പനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിന്റെ പ്രത്യേകാനുമതി ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ തിരുത്തണമെന്നായിരുന്നു ആവശ്യം. ഹൈക്കോടതിയുടെ ഉത്തരവ് തിരുത്തേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് നടപടി. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകും. പ്രവീൺ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, പത്തനംതിട്ട കടമ്പനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് സുപ്രീം കോടതിയെ ജെയ്സൺ ജോസഫ് സമീപിച്ചത്. പ്രത്യേക അനുമതി ഹർജിയാണ് സുപ്രീം കോടതിയിൽ ജെയ്സൺ ജോസഫ് നൽകിയത്. എന്നാൽ ഈ പ്രത്യേക അനുമതി ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ജെയ്സൺ ജോസഫിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ഒരു പ്രധാനപ്പെട്ട കാരണം താൻ നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ കേസുകളിലാണ് താൻ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും അത് ക്രിമിനൽ സ്വഭാവമുള്ളതല്ല എന്നുമാണ് ജെയ്സൺ ജോസഫ് പറയുന്നത്. അക്കാര്യത്തിൽ ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ തിരുത്തണം എന്നായിരുന്നു ജെയ്സൺ ജോസഫിന്റെ ഈ ഒരു ആവശ്യം. എന്നാൽ സുപ്രീം കോടതി അത് നിരാകരിച്ചിരിക്കുന്നു. ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ 5 പ്രതികളാണ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിലുള്ളത്. ഇതിൽ 4 പ്രതികൾക്ക് ഹൈക്കോടതി ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ജെയ്സന് മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതേസമയം വിദ്യാർത്ഥിനിയുടെ ആവശ്യം, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പോലീസ് ജെയ്സനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതിയും ജെയ്സന്റെ ഈ ഒരു അപേക്ഷ ഹർജി തള്ളിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നാണ് വിദ്യാർത്ഥിനിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നികേഷ്, പ്രവീണാണ് വിശദാംശങ്ങൾ നൽകിയത്.